നന്നായി ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് ഉറങ്ങിയാൽ മാത്രം മതി, എല്ലാം ശരിയാവുന്ന അവര് പറഞ്ഞ. അങ്ങനെ 1-2 ആഴ്ച വിശ്രമിച്ചപ്പോഴത്തേക്ക് എല്ലാം ശരിയായി. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നീ ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്നില്ലേ? അതിന്റെ തളർച്ച മനസ്സിനുണ്ടാവും. പിന്നെ കമ്പനിയിൽ മത്സരം നടന്നതിന്റെയും വീണതിന്റെ ഒക്കെ ക്ഷീണം ശരീരത്തിന് കാണും. ഇപ്പൊ എല്ലാ പ്രശ്നങ്ങളും തീർന്നില്ലേ? ഇനി നീ മനസ്സമാധാനായിട്ടൊന്ന് വിശ്രമിക്ക്, എല്ലാം ശരിയാകും. ശരി ചേച്ചി, ഇതിനെക്കുറിച്ച് അമ്മയോട് പറഞ്ഞ് വെറുതെ പേടിപ്പിക്കണ്ട. ശരി. ആ പിന്നെ ഞാൻ ശമ്പളം അയച്ചിട്ടുണ്ട്, അച്ഛനോടും മറക്കാതെ പറയണേ. ശരി മോളെ, വയ്ക്കട്ടെ. എങ്ങോട്ടാ പോന്ന ചേട്ടാ? കടയിലേക്ക്, വീട്ടിലേക്ക് കുറച്ച് സാധനം വാങ്ങിക്കണം. ഞാൻ രാവിലെ മുതല് നിങ്ങളെ കാണാൻ വരണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. നിങ്ങളെ കണ്ടത് എന്തായാലും നന്നായി. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ മോളെ? എനിക്ക് ശമ്പളം കൂട്ടിക്കിട്ടി. വാങ്ങിയതും എനിക്ക് ചേട്ടനെ ഓർമ്മ വന്ന. നന്നായി മോളെ. ഞാനും കാർത്തിക്കും നന്നായി പഠിച്ച് ഡിഗ്രിയൊക്കെ വാങ്ങിയെങ്കിലും നല്ലൊരു ജോലി കിട്ടാതെ കഷ്ടപ്പെടുക. വലിയ പഠിപ്പൊന്നും ഇല്ലാതെ തന്നെ കഷ്ടപ്പെട്ട് നല്ല ശമ്പളം കിട്ടുന്നൊരു ജോലി നീ നേടിയെടുത്തില്ലേ? നിന്നെക്കുറിച്ച് ഓർക്കുമ്പോ ഞങ്ങൾക്ക് അഭിമാനം തോന്നുന്നുണ്ട്. ഏട്ടത്തിയമ്മ വെറുതെ വിഷമിക്കണ്ട. എനിക്ക് നല്ല ജോലി കിട്ടുമെങ്കില് നിങ്ങക്ക് കിട്ടാതെ എവിടെ പോവാനാ? വൈകാതെ നിങ്ങൾ രണ്ടുപേർക്ക് നല്ല ജോലി കിട്ടും. ദാ ചേട്ടാ, എനിക്ക് തന്ന കാശ്. ഏത് കാശ്? ഞാനെപ്പോ തന്നു? ചേട്ടൻ ഇത്ര പെട്ടെന്ന് മറന്നോ? വീട്ടിലേക്ക് അയക്കാൻ എനിക്ക് ചേട്ടൻ കാശ് തന്നില്ലേ? അത് പിന്നെ കാർത്തിക മറന്നൊന്നുമല്ല, എന്നോട് പറയാതെ മറച്ചതാ. എന്താ കാർത്തേട്ടത്? ഏട്ടത്തിയമ്മയോട് എന്താ ഇതേപ്പറ്റി പറയാത്തത്? എന്നെ പേടിച്ചിട്ടാ. നിനക്ക് കാശ് കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞാലോന്ന് കരുതി കാണും. നീ കരുതുന്ന പോലെ ഞാൻ മനസാക്ഷിയില്ലാത്ത ആളൊന്നുമല്ല. സാഹചര്യം മോശമായതുകൊണ്ട് മാത്രമാണ് നിന്നെ നിന്റെ കുടുംബത്തിൽ നിന്ന് അകറ്റി എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വന്നത്. ഞാൻ നിന്നോട് ഒരുപാട് തവണ വഴക്ക് കൂടിയിട്ടുണ്ട്. വിചാരിച്ചതുപോലെ ജീവിക്കാൻ കഴിയുന്നില്ലെന്ന് പശ്ചാത്തപിച്ചിട്ടുമുണ്ട്. എന്ന് കരുതി നിന്റെ കുടുംബം എന്റെ കുടുംബം അല്ലാതാവോ? നീ ഈ കാശ് തിരിച്ചു തരുമൊന്നും വേണ്ട. വേണമെങ്കിൽ അച്ഛൻ അയച്ചു കൊടുത്തോ. ലക്ഷ്മി ചേച്ചിയുടെ കല്യാണത്തിന് കാർത്തിക് കൊടുത്ത പോലെ ആവട്ടെ. ഏട്ടത്തിയമ്മ ഇങ്ങനെ പറഞ്ഞപ്പോ തന്നെ എനിക്ക് സന്തോഷായി. നിങ്ങൾ എന്തുമാത്രം ബുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്നിട്ടും എന്നെ സഹായിക്കാൻ നിങ്ങൾക്ക് തോന്നിയല്ലോ, അത് മതി. ഈ കാശ് ഇപ്പൊ എന്നെക്കാൾ ആവശ്യം നിങ്ങൾക്കാ. നീ ഇപ്പൊ സ്വാതി പറഞ്ഞ കേട്ടില്ലേ? ഇത് നീ വീട്ടിലേക്ക് അയച്ചോ, ഞങ്ങൾ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്തോളാം അല്ലേ? വാശി പിടിക്കാതെ ഇത് വാങ്ങിക്കേട്ടാ. ഭാവിയിൽ ചേട്ടൻ നല്ല നിലയിലെത്തുമ്പോ എനിക്ക് വേണ്ടത് ചോദിക്കാതെ തന്നെ ചെയ്യുന്ന എനിക്കറിയാം. ഇപ്പൊ ഇത് വാങ്ങിക്ക. വേണ്ട വേണ്ടടി. ഏട്ടത്തിയമ്മയ്ക്ക് വേണ്ടതൊക്കെ വാങ്ങിക്കൊടുക്കണം കേട്ടോ. വീട്ടിൽ കയറിട്ട് പോ. ശമ്പളം കൂട്ടിക്കിട്ടിയതുകൊണ്ട് കൂടെ ജോലി ചെയ്യുന്നവർക്കെല്ലാം ഒരു ചെറിയ ചെലവ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഹോസ്റ്റലിൽ നിന്നും നേരെ അങ്ങോട്ട് പോവും. അപ്പൊ ഞങ്ങൾക്ക് ട്രീറ്റ് ഒന്നും ഇല്ലേ? എന്നാ നിങ്ങളും വാ, നമുക്ക് ഒരുമിച്ച് പോവാം. അവള് വെറുതെ പറയാ പാറു. നീ വല്ലപ്പോഴും അല്ലേ കൂട്ടുകാരോടെ പുറത്തു പോകുന്നേ? ഏതെങ്കിലും ഒരു ദിവസം നിന്റെ കൂട്ടുകാരെ കൂട്ടി നമ്മുടെ വീട്ടിലേക്ക് വാ, അല്ലേ? അത് തന്നെ, നമുക്കൊരു ട്രീറ്റ് കൊടുക്കാം. ചേട്ടനായ അങ്ങനെയല്ലേ ചെയ്യേണ്ടത്. എന്നാ ഞങ്ങള് പോട്ടെ. ശരി. ഓട്ടോ
ഓട്ടോ ഓട്ടോ ചേട്ടാ ഒരു മിനിറ്റ്